कौन? अंबड़ा केमा सन्नी बच्चा लाल एंड तिलक जी मास्मरी का सीन है वो? ये तो कष्ट हो गया. എവിടെ വെച്ചാണെന്ന് ഭൂലി ഗയാ. എത്രയായിട്ടും അങ്ങോട്ട് नहीं मिल रहा है. तिरमेनी भूल गया हम दोनों अमेरिका में. बाप रे सन्नी हाँ, अंबट केमा अंबड़ केमना सन्नी बच्चा तुमने मुझे पतिचूटो है ये क्या. എന്തൊക്കെ സാധനമാണ് ഇതൊക്കെ But be careful, because if you blink, you might miss it. Are you ready? 3, 2, 1. ബാക്കിൽ പോയി അവൻ ബാക്കിൽ പോയി ഞാൻ കണ്ടു ബാക്കില് പോയി ബാക്കിൽ പോയിരുന്നത് നീ കണ്ടായിരുന്നാ അവൻ കണ്ടെന്ന്. അങ്ങനെ തന്നെ അതിന്റെ Did I സീക്രട്ട് tell you I did it? Yes! Yes, please! I will do this again. But this time, I will wear with this reflective jumpsuit. Then you can witness how I go from point A, the chair, to point B, right here. Are you ready? Yeah. 3, 2, 1. ട്വിൻസ് ട്വിൻസ് ആണ് ഇതൊക്കെ നമ്മള് ട്വിൻസ് രണ്ടായിരുന്നല്ലേ എടാ ട്വിൻസ് ആണ് ഉറപ്പാ. ഒരു കഴിവില്ലാത്ത നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം അത് നമുക്ക് പറ്റുള്ളൂ. അതൊരു പോയിന്റ് ആണ്. എടാ ഒരു ഇന്റർനാഷണൽ സ്റ്റേജിലല്ലടാ ചെന്ന് കാണിക്കണം. അതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നാലും ടൈമിംഗ് മാറ്റേഴ്സ് ബ്രോ. എന്നാലും അത് എങ്ങനെയായിരിക്കും എന്റെ അമ്മോ. ചേട്ടാ എനിക്കൊരു ചാൻസ് വാങ്ങി തരൂ. ഞാൻ നല്ല നടനാ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ പടത്തിൽ ചാൻസ് ഇല്ല എന്തോട്ടാ ചാൻസ് ഇല്ല. സ്ക്രിപ്റ്റ് നോക്കി വരുന്നത് മാറി. അല്ല സാറ് വിളിച്ചായിരുന്നു. ലോ തന്റെ അടുത്തല്ലടോ അവന്റെ അടുത്ത്. സാർ ഈ സ്ക്രിപ്റ്റിനകത്ത് എന്തായാലും എനിക്കൊരു റോൾ ഉണ്ട് സാറേ. സാർ ഒന്ന് കേറി വാ. സാർ നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ബൈജു എന്നാണ്. ബൈജു ഞാനേ സാർ ഈ ബൈജു എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശാന്തം അതല്ലായിരുന്നില്ലേ. അനിയെ സർട്ടിഫിക്കറ്റ് ആക്കല്ലേ. അങ്ങനെ ഈ കാമായിട്ടുള്ള ബൈജുവിന് ഒരു കാമുകയുണ്ട് സാർ. തമന്നെ സമന്തായാലും തമന്നെ മതി സാറേ. എന്ത് അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ് കേട്ടോ. സാർ പറഞ്ഞു. അങ്ങനെ സമാധാനമായി പൊക്കോണ്ടിരിക്കുന്ന ബൈജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ. ഓ ബൈജു സാർ ബൈജു സാപ്പ അയ്യേ ആപ്പിലാവുകയാണ്. ഓ ബൈജു സാർ എന്നെ വെച്ചാ ഞാൻ ആപ്പിലാവും. താൻ ബാക്കി തൊല്ലി. അങ്ങനെ നമ്മുടെ ബൈജുവിന്റെ അച്ഛൻ ജവാൻ അടിച്ചടിച്ച് വൃക്ക തകരാറിലാവുകയാണ് സാർ. അങ്ങനെ വൃക്ക കിട്ടാണ്ടായപ്പോ സ്വന്തം കാമുകി പോലും അറിയാതെ അവളുടെ വൃക്ക എടുത്ത് അവൻ അച്ഛന് കൊടുക്കുകയാണ് സാർ. ഇറങ്ങിപ്പോടാ സാർ നിന്നെ ഞാനൊരു മാന്യനായിട്ട് തെറ്റിദ്ധരിച്ചു പോയി. സാർ ജനങ്ങൾ ബൈജുവിനെ ഏറ്റെടുക്കും. എടുത്തിട്ടടിക്കും. എന്നാ നീ അത് ഉറങ്ങുമ്പോ കാണും. എഴുതിച്ചു പോടാ. മലയാള സിനിമ എങ്ങനെ ഗതി പിടിക്കും പറഞ്ഞ കേട്ടാ ബാബു. മലയാളികൾ ഏറ്റെടുക്കും നല്ല എടുത്തിട്ടടിക്കും. ജോലിക്കാരനാണ് എടുത്ത് കേട്ടോ. എന്തെങ്കിലും അവിടെ പറഞ്ഞു ഇതെന്താ എടുത്തത് ജോലിക്കാരൻ. ഞാൻ മറ്റേ ജോലിക്കാരനെ എടുത്തു. അബദ്ധത്തിൽ വല്ലതും പറഞ്ഞു അവൻ. ഇല്ല എന്റെ അമ്മോ. എത്ര കോളാണ് അവരുടെ പുള്ളിക്ക്. നോ വേ ലെറ്റ്സ് ഗോ. ഇനി അല്ലെങ്കിലും ഇല്ല. അല്ല ഇത് ഞാൻ ജോക്കി ആയിരിക്കും സംസാരിക്കുന്നത്. ഇനി അല്ലെങ്കിലും ഇല്ല.
നമ്മൾ ഈ പുള്ളിയുടെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോ പുള്ളി ഓസ്ട്രേലിയയിൽ എന്തോ ആണ്. പുള്ളി എനിക്ക് കുറെ കാർഡ്സിന്റെ പാക്കേജ് അയച്ചു തരാന്ന് പറഞ്ഞു ലൈവിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടി. അല്ല ഇതിനകത്ത് അല്ലെങ്കിൽ കാണുന്നത് എനിക്ക് ഉറപ്പാണ് കാര്യം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് തുറന്ന് ഇനി ഇത് റെയർ കാർഡാണെങ്കിലും എനിക്ക് തിരിച്ചറിയുള്ള ബുദ്ധി ഇല്ലത്. രണ്ടെണ്ണം എടുത്തു ആ കണ്ട ഇങ്ങനത്തെ കളറൊക്കെ വരുവാണെങ്കിൽ കണ്ട ഇതൊക്കെയാണ് റെയർ കാർഡ്. അപ്പോഴേ മറച്ചു വെക്കണത്. 70,000 രൂപയോ ഒരു കാർഡിനെ ഇതുപോലെ നാട്ടില് റിപ്പയർഷിപ്പിന് അയക്കാൻ വെക്കുന്ന ബോക്സ് എടുത്തിട്ട് ചുമ്മാ രണ്ടെണ്ണം പൊട്ടിക്കും. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും സാധനം കിട്ടും. അയ്യോ എനിക്ക് അയക്കാൻ വെക്കുന്നത് പൊട്ടിക്കല്ലേ. ഇതെത്ര? അവസ്ഥ വെച്ചിട്ടൊന്നും അടിക്കുമെന്ന് തോന്നുന്നില്ല. 1100 ഓസ്ട്രേലിയൻ ഡോളർ. അണ്ണാ ഞാൻ സിഗരറ്റ് ഓർഡർ ആക്കട്ടെ ടെൻഷന്. ഗോൾഡൻ സാൻ ഒരു കാർഡിന് 70,000 രൂപയോ? എടാ ഈ കാർഡിന് മൊത്തത്തിലെല്ലാം കൂടെ ചിലപ്പോ ഒരു 500 രൂപ 1000 രൂപ ഉണ്ടാവുള്ളൂ. അത് പൊട്ടിച്ചപ്പോ അതിനകത്തൊന്ന് കിട്ടിയ ഒരു കാർഡാണ് 70,000 രൂപ. ഇത് പറ്റില്ല, ലോട്ടറി പോലത്തെ സെറ്റപ്പ് കേട്ടാ. എന്താ പൊന്ന എടാ പൊന്നൊന്നും അല്ല, ആ കാർഡിന് ഇതിന് വില എങ്ങനെയാണ്? ഭയങ്കര ഓരോ കാർഡ്സിന് ഓരോ വിലയാ. ജോഗി ഞാൻ കാര്യം പറയട്ടെ. ജോഗി വന്ന നാളെ വന്ന് ജോഗി വന്നല്ലേ? ഓക്കെ അല്ലേ ജോഗി ഓക്കെ അല്ലേ? പിന്നെ ചാറ്റില് കുറെ പേര് ജോഗി തൂങ്ങിയെന്നൊക്കെ പറഞ്ഞു. മിന്നലടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ബ്യൂട്ടിഫുൾ. മുരളി അടിക്കണല്ലേ, മിന്നലല്ലേ? ബ്രോ ആക്ച്വലി ഗോട്ട് മീ. എന്തൊരു പറയാ